അകാലത്തിൽ മരണപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി കോൺഗ്രസ് പ്രവർത്തകർ. കായംകുളം എരുവയിലാണ് സഹപ്രവർത്തകന്റെ ഓർമ്മയിൽ സ്നേഹഭവനമുയർന്നത്. കായംകുളം ടൗൺ നോർത്ത് മണ്ഡലം കമ്മിറ്റി വാങ്ങിയ ഭൂമിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PS അനുതാജാണ് വീട് നിർമ്മിച്ചു നൽകിയത്. സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP നിർവഹിച്ചു. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകരാണ് പാർട്ടിയുടെ കരുത്തെന്നും അവരെ പാർട്ടി സംരക്ഷിക്കുമെന്നതിന്റെ തെളിവാണ് ഈ ചടങ്ങെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ KC വേണുഗോപാൽ MP പറഞ്ഞു. നിരാധാരമായിട്ടുള്ള കുടുംബത്തെ സഹായിക്കാനായിട്ടുള്ള ഒരു മുൻകൈ ഈ കോൺഗ്രസ്സുകാരെല്ലാവരും കൂടെ ഏറ്റെടുത്തു. അനുതാജിൻ്റെ നേതൃത്വത്തിൽ സ്വന്തമായി സ്ഥലം വാങ്ങി ഇപ്പോൾ വീട് വെച്ചു. അതിമനോഹരമായിട്ടുള്ളൊരു വീട് തന്നെ ഞാൻ പറയും. കാരണം അവർക്ക് ജീവിതത്തിൻ്റെ എല്ലാമായിട്ടുള്ള സ്വന്തം അത്താണി നഷ്ടപ്പെട്ടു പോയപ്പോൾ തളർന്നു പോകുമായിരുന്നു അവർ. അങ്ങനെയാണല്ലോ നമ്മളെല്ലാവരും. നമുക്ക് നാഥന്മാരായിട്ടുണ്ടാവുന്ന ആരുടെ പെട്ടെന്ന് നമ്മളെ വിധിയുടെ ഒരു ഇതനുസരിച്ച് നഷ്ടപ്പെട്ടു പോകുമ്പോൾ തളർന്നു പോകുന്നവരാണ് നമ്മളെ സഹോദരിമാരെല്ലാവരും. 2 കുഞ്ഞുങ്ങളുണ്ട്. കോൺഗ്രസ് കായംകുളം ടൗൺ നോർത്ത് മണ്ഡലം പ്രസിഡന്റ് വള്ളിയിൽ റസാഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ KPCC സെക്രട്ടറിമാരായ N രവി, A ത്രിവിക്രമൻ തമ്പി, KPCC അംഗം അഡ്വക്കേറ്റ് U മുഹമ്മദ്, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമാരായ T സൈനുലബ്ദീൻ, ചിറപ്പുറത്ത് മുരളി, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രാവൺ റാവു, നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷൈജു മുക്കിൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MB പ്രവീൺ, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ, ജില്ലാ സെക്രട്ടറിമാരായ ആസിഫ് സെലക്ഷൻ, മുഹമ്മദ് സജീദ്, ആര്യ ബോബൻ, കൃഷ്ണ അനു, കായംകുളം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അംബിക, ഹാഷിം സേട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.